പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു അതാ ഒരു നായയെ കൊണ്ടുപോകുകയാണ്. ഒരു നായയെ മഹാനവറുകൾ കാണുകയാണ്. ആ നായ കുഷ്ഠരോഗം പിടിച്ചൊരു നായയാണ്. ആ നായയെ കണ്ട മാത്രേ ആ നായയെ എടുക്കുന്നു ബഹുമാനപ്പെട്ടവർ. ആ നായയെ പ്രത്യേക സംരക്ഷണ കവചത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ചൂടുവെള്ളമൊഴിച്ച് അതാ ആ കുഷ്ഠരോഗം മാറാൻ പറ്റിയ രൂപത്തിലുള്ള സംവിധാനങ്ങൾ, മരുന്നുകൾ നൽകി ആഴ്ചകളോളം മാസങ്ങളോളം അതിന് സംരക്ഷണമൊരുക്കുന്നു ബഹുമാനപ്പെട്ട റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അതാ കുറേ ദിവസങ്ങളങ്ങ് കഴിയുമ്പോ ആ നായയുടെ രോഗം ഭേദപ്പെടുകയാണ്. ആ നായയുടെ രോഗം ഭേദപ്പെട്ടപ്പോ ആ നായയെ എടുത്തിട്ട് മഹാനവറുകൾ അതിനെ തിരിച്ചു മടക്കി വിടുന്ന രംഗം കാണുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾക്കതാ തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകേണ്ട അതേ സത്യവിശ്വാസിയുടെ കരസ്പർശമേറ്റു വാങ്ങാൻ പാടില്ലെന്ന് വിധിച്ച ആ നായക്കൊരു രോഗം വന്നപ്പോൾ, അഹമ്മദേ, നിങ്ങൾ എന്തിന്റെ പേരിലാണ് ആ നായയ്ക്ക് വേണ്ടി സംരക്ഷണം ചെയ്തത്, ശുശ്രൂഷ ചെയ്തതെന്തിനാണെന്ന്, ആ നായയോട് കരുണ കാണിച്ചതെന്തിനാണെന്ന്, ആ നായയ്ക്ക് വേണ്ടി രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ ആ നായയെ ചികിത്സിച്ചതെന്തിനാണെന്ന് മഹാനവറുകളോട് ചോദിക്കുന്ന പക്ഷം മഹാനവറുകൾ മറുപടി കൊടുക്കുന്നു, അതാ ഈ പ്രകൃതിയിൽ ജീവിച്ച ഞാനുണ്ടല്ലോ, ഈ പ്രകൃതിയിൽ അല്ലാഹു ഖലീഫയായി പറഞ്ഞു വിട്ടവനാണല്ലോ ഞാൻ. ആ മനുഷ്യഗണത്തിൽപ്പെട്ട ഖലീഫയാകുന്ന റസൂലുള്ളാഹിന്റെ ഉമ്മത്താവുന്ന അഹമ്മദിദാ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്റെ മുമ്പിലതാ കുഷ്ഠരോഗം ബാധിച്ച ഒരു നായയെ കണ്ടെങ്കിൽ ആ നായയ്ക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാതെ ഞാൻ തിരിച്ചുപോയാ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ എന്റെ റബ്ബനോട് ചോദിക്കുകയാണോ, അഹ്മദേ, ഓ അഹ്മദേ, അതാ നിന്റെ മുമ്പിലൂടെ ഞാനതാ ലോകത്തെ എന്റെ ഒരു സൃഷ്ടിയെ രോഗബാധിതനായി പറഞ്ഞു വിട്ടപ്പോ ആ നായക്ക് നീ പരിഗണന കൊടുക്കാതെ പോയില്ലേ, ആ രോഗം അഹ്മദേ എനിക്കും നിങ്ങൾക്കു തരാമായിരുന്നല്ലോ, ആ രോഗമുണ്ടല്ലോ, ആ നായയെ നിങ്ങൾ കണ്ടപ്പോൾ ആ നായക്കുണ്ടായിരുന്ന കുഷ്ഠരോഗമുണ്ടല്ലോ, ആ കുഷ്ഠരോഗം എനിക്കും നിങ്ങൾക്കു തരാമായിരുന്നല്ലോ അഹ്മദേ, അത് ഞാൻ തരാതെ അതാ ഈ ലോകത്തുള്ള ഒരു നായയ്ക്ക് കൊടുത്തപ്പോ ഈ ലോകത്തിന്റെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിലൊരു വ്യക്തിയായ നിങ്ങൾ ആ ഉത്തരവാദിത്ത നിർവഹണം നടത്താതെ പോയി എന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ കോടതിയിൽ റബ്ബനെ പിടിച്ചു നിർത്തുമോ എന്നു ഞാൻ ഭയക്കുന്നു എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട റിഫാഈ ശൈഖ് റളിയല്ലാഹു അൻഹു അവരാണ് ഇസ്ലാമിന്റെ പ്രകൃതി സ്നേഹത്തിന്റെ പാഠം പഠിപ്പിച്ചു തന്നത്.